അടുത്തതായി മോണോ ആക്ടിൽ 2023 സ്റ്റേറ്റ് എ ഗ്രേഡ് നേടുകയും 2024 ജില്ലാ എ ഗ്രേഡ് നേടുകയും ചെയ്തിട്ടുള്ള നെട്ടേത്തറ സ്വദേശിനിയായിട്ടുള്ള നമ്മുടെ മാളവികയാണ്. മാളവികയെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. അടുത്തതായി കേരള യൂണിവേഴ്സിറ്റിയിൽ MA-ക്ക് സെക്കൻഡ് റാങ്ക് നേടിയ അർച്ചന കൃഷ്ണനാണ്. അർച്ചന കൃഷ്ണൻ എത്താൻ കഴിയില്ല, അതുകൊണ്ട് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എത്തുമെന്ന് പറഞ്ഞിരുന്നു. അവരെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അടുത്തതായി കേരള യൂണിവേഴ്സിറ്റിയിൽ BSc കെമിസ്ട്രി 5th റാങ്ക് നേടിയ അക്കോണം സ്വദേശിനിയായിട്ടുള്ള അതുല്യ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. തുടർന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂൾ കലോത്സവത്തിൽ കഥാരചനയ്ക്ക് ഫസ്റ്റ് നേടിയ, അതോടൊപ്പം തന്നെ പരീക്ഷയിൽ ഫുൾ A+ നേടിയ അമാന ഫിർദൌസിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ LLM എക്സാമിൽ 8ാം റാങ്ക് നേടിയിട്ടുള്ള നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയുടെ അംഗവും ക്ഷേത്രത്തിന്റെ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റിന്റെ മകനുമായിട്ടുള്ള അഡ്വക്കേറ്റ് രാഹുൽ രാജേഷ് കുമാറാണ്. രാഹുൽ രാജേഷ് കുമാറിന് വേണ്ടി അച്ഛൻ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതാണ്. അടുത്തതായി ഇപ്പോ കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്ന അന്തർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ ഫുട്ബോളിൽ ചടയമംഗലത്തിനെ പ്രതികരിച്ചുകൊണ്ട് ചെന്നൈ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള നൌഫൽ ഇവിടെ വന്ന് ഈ പുരസ്കാരം വാങ്ങേണ്ടതാണ്. നമ്മൾ ഇനി തുടർന്ന് പുരസ്കാരങ്ങൾ നൽകുന്ന 2 പേര് ഇവിടെ എത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒന്ന് അനൂപ് കൃഷ്ണനാണ്. അദ്ദേഹം മലപ്പുറത്താണ്. MTech-നും BTech-നും 90% മാർക്ക് മേടിച്ച് കമ്മ്യൂണിക്കേഷനിൽ ഇപ്പൊ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമീപ സ്വദേശിയായ അനൂപ് കൃഷ്ണനാണ് ഒരാള് നമ്മുടെ മഴവിൽ മനോരമ പ്രോഗ്രാമിലൂടെ സുപരിചിതയായ സോഷ്യൽ മീഡിയ താരമായിട്ടുള്ള നിധി ഡയസ് ആണ്. ഇവർ 2 പേരും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഇവരുടെ അവാർഡ് നമ്മൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നതാണ്. തുടർന്ന് SSLC +2 ഫുൾ A+ നേടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ്. പുരസ്കാരം നൽകുന്നതിന് വേണ്ടി രാധാകൃഷ്ണൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. ഷാൾ അണിയിക്കുന്നതിന് വേണ്ടി യജ്ഞാചാര്യൻ വേദശ്രീ പള്ളിക്കൽ മണികണ്ഠൻ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. കുട്ടികൊള്ളാം. CBSE പരീക്ഷയിൽ ഫുൾ A+ മേടിച്ചിട്ടുള്ള ക്ഷേത്രത്തിനടുത്ത് തന്നെ താമസിക്കുന്ന കാശ്മീരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊടുത്തു. വലിയ തിരകൾക്കിടയിലും നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കിരൺ നാരായൺ IPS അവർക്ക് ഈ ക്ഷേത്രത്തിന്റെയും നമ്മുടെ
മുഴുവൻ ഭക്തജനങ്ങളുടെയും ഇവിടെ എത്തിച്ചേർന്ന അമ്മമാരുടെയും വിദ്യാർത്ഥികളുടെയും പേരിൽ വലിയൊരു നന്ദി, ഒരു കയ്യടി കൊടുത്ത് രേഖപ്പെടുത്തുന്നു അറിയിക്കുന്നു. തുടർന്ന് നമ്മുടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അവാർഡ് ദാനം നൽകുന്നതിന് വേണ്ടി യജ്ഞാചാര്യനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി സ്നേഹ എം എസ്. ജ്യോതിഷ് ഒ. ബാല. ഗോപിക സതീശൻ എസ്. നമ്മുടെ ഹയർ സെക്കൻഡറി കുട്ടികളുടെ എല്ലാം രക്ഷകർത്താക്കളാണ് വന്നിരിക്കുന്നത്. കാരണം അവരെല്ലാവരും മിക്കവാറും ആൾക്കാർ പാലയില് മറ്റു സ്ഥലങ്ങളുമായിട്ട് പഠിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് അക്ഷയ് ജെ. ആൻസി ബൈജു. ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾ കുറച്ച് മുന്നോട്ട് വന്നു നിൽക്കേണ്ടതാണ്. ആവണി ആർ എസ്. അഭിജിത്ത് ബി ആർ. അഭിജിത്തിന് വേണ്ടി അമ്മുമ്മ ആദരവേറ്റുവാങ്ങുന്നതാണ്. അനശ്വര അജയ്. സ്നേഹ എൽ. ആർച്ചാദേവി വി എസ്. റിസാന എച്ച്. ഗോപിക ഡി വിനോദ്. ദേവു സുരേഷ്. ആര്യകൃഷ്ണൻ എം. ഹീസ ഷിഹാബ്. ദേവിക ജെ. കൃഷ്ണപ്രിയ എസ്. ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മലപ്പക്ക മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര മേഘാകൃഷ്ണ യു ചേർന്ന് സംഘടിപ്പിച്ച പ്രതിഭാ സംഗമവും ഫാത്തിമ എസ് എന്ന പ്രോഗ്രാമിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനഘ അനിൽ. ഈ തത്സംപ്രേഷണം ഇവിടെ അനഘ അനിൽ. സ്നേഹ എം എസ്.